ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസേന എനിക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ട് ഒരുപാട് നല്ല ഫലങ്ങൾ, ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജുകളും കമൻസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും എനിക്കിങ്ങനെ ചാനലിൽ കൂടെ പറയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാളുടെ അനുഭവകഥയുമായിട്ട് തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ആ ഒരു ഫലം ലഭിച്ചിട്ടുള്ള ആളുടെ കഥയല്ല, മറിച്ച് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരാളുടെ കഥയാണ്. എത്ര പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലേ. ഇപ്പം നിങ്ങളായിക്കഴിഞ്ഞാലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിന് ഒരു ഫലം കിട്ടുക, ആ ഒരു ഫലം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് കണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ലഭിച്ചു എന്നുള്ളതിനൊരു നന്ദി പറയുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവ കഥകൾ വീണ്ടും വീണ്ടും പങ്കുവയ്ക്കുന്നത്, ജീവിതത്തിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 100% നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയും തന്നെയോ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ളൊരു വഴി. ഒന്നുമില്ല വെച്ചാലും നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിനൊരു ശക്തിയായിരിക്കും ചില ഘട്ടങ്ങളിൽ വേണ്ടത്. നമുക്ക് പുറകിൽ നിന്നൊരു താങ്ങുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹമെങ്കിലും വന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിനെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് എന്ന് തോന്നിക്കാനെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മെയിൽ എനിക്ക് അയച്ചിരിക്കുന്നത് അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശ്രുതി എന്നാണ്. അരുണിൻ്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷത്തോളമായി. അവർക്ക് ഇതുവരെയായിട്ടും ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യ പല സ്ഥലങ്ങളിലും അപമാനിതയാവുകയും അതുപോലെ തന്നെ വീട്ടിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ ഒരു ശ്രുതി എന്ന് പറയുന്ന കുട്ടി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് അരുൺ പറയുന്നുണ്ട്. ആദ്യത്തെ 2 വർഷക്കാലം മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവർ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം ഡോക്ടർ ഭർത്താവിന്, അതായത് അരുണിനാണ് പ്രശ്നം എന്നുള്ളത് പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോയി വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മയോട് ശ്രുതി തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. തനിക്കല്ല പ്രശ്നം, അരുണിനാണ് എന്ന് പറയുന്ന സമയത്ത് അമ്മ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ടായില്ല എന്നാണ് അരുൺ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ആ അമ്മയുടെ കുറ്റമല്ല കേട്ടോ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകാത്തത് ആ സ്ത്രീയുടെ മാത്രം കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കാണ് ഈ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാവാത്ത ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. കാരണം നമ്മളിപ്പം ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് കുട്ടികൾ ഇല്ലാത്ത ഒരാളെ കാണുന്ന സമയത്ത് പലർക്കും ഉള്ളതാണ് ആ ഒരു സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമൊക്കെ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ് വീട്ടുകാരുടെയൊക്കെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അരുണിൻ്റെ സ്വന്തം ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കുന്നുണ്ട്. ചേട്ടന് ഒരു മകനാണുള്ളത്. അപ്പോൾ ഈ അമ്മയും പിന്നീട്, അതായത് ഈ ഒരു ഡോക്ടറെ കണ്ടു വന്നതിന് ശേഷം അമ്മയുടെ ക്യാരക്ടറിലും ചേഞ്ചസ് ഉണ്ടായി എന്നാണ് അരുൺ പറയുന്നത്. അപ്പോൾ അരുൺ ആ സമയത്തും പറയുന്നുണ്ട്, ശ്രുതി വളരെയധികം ബുദ്ധിമുട്ട് ആ വീട്ടിൽ അനുഭവിച്ചു. ശാരീരികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഉപദ്രവങ്ങളോ കാര്യങ്ങളോ അവരുടെ അമ്മ ചെയ്യുന്നുണ്ടായിട്ടില്ല. പക്ഷേ മാനസികമായിട്ട് ശ്രുതിയെ വല്ലാതെ കണ്ടങ്ങ്
ഈ ഒരു വിഷയത്തിൽ മാത്രം ഈ കുട്ടികളില്ല എന്നുള്ളൊരു വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ മോൻ്റെ കുട്ടിയെ കണ്ട് എനിക്ക് മരിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കുട്ടികളായി, അവൻ മാത്രം കുട്ടികളില്ല, അങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താ പറയുക വാക്കുകളും ആ അമ്മ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും തന്നെ അരുണ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരിക്കലും അമ്മയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അമ്മയെ വിഷമിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവളെയും കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നല്ലൊരു ജോലിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അരുണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നേരിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത് ചെയ്യാത്തതിൻ്റെ കാരണം അരുണിന് 7 വയസ്സുള്ളപ്പോഴാണ് അരുണിൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാത്ത അമ്മ മക്കളെയും കൊണ്ട്, 2 ആൺകുട്ടികളാണ് അരുണിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ ഈ മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു അവർ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ അമ്മയുടെ ചേട്ടൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്ന വാക്കുകളും കാര്യങ്ങളും അപ്പോൾ അവർക്കൊരു ബാധ്യതയാവും എന്നുള്ളത് തോന്നിയത് കൊണ്ടാവാം അവരും ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്നൊരു വാടക വീട്ടിലേക്ക് മാറുകയും കൂലിപ്പണി എടുത്തുകൊണ്ടാണ് ആ മക്കളെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അരുണ് പറയുന്നത്, ഒരു നിമിഷത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും അമ്മ പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ അനുവദിച്ചു കൊടുക്കുകയല്ല, പക്ഷേ ആ അമ്മയെ വേദനിപ്പിക്കാൻ ആവില്ല എന്നുള്ളത്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ മക്കളെ വളർത്തിയെടുത്തത് എന്ന് അരുണ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലേ. അപ്പോൾ ആ ഒരു ജീവിതം ജീവിച്ചു വന്നിട്ടുള്ള അരുണിനും അവരുടെ ബ്രദറിനും ആയിരിക്കും ആ ഒരു ടൈമിലുള്ള കഷ്ടപ്പാടുകൾ അറിയുന്നത്. ആ ഒരു കാരണം കൊണ്ടാവാം അരുൺ ഇങ്ങനെയൊരു അവസ്ഥയിലും ഭാര്യയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അരുൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അരുണിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ പിറന്നാൾ ദിനത്തിൽ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുകയും ഇവരും ആ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടും ഈ പറഞ്ഞതുപോലെ വളരെ മോശമായിട്ടുള്ള സംസാരങ്ങൾ ശ്രുതിക്ക് നേരെ ഉണ്ടാവുകയും, മോശമായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് അരുണ് പറയുന്നത് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വരുന്നത് ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് ശ്രുതിയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്രയധികം വിഷമങ്ങളും വേദനകളും സഹിക്കുന്ന മനുഷ്യന്മാരൊന്നും ഇല്ല അല്ലേ. എന്നിരുന്നാലും അരുണ് പറയുന്നു ശ്രുതി വളരെ കാം ആൻഡ് കൂളായിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ അരുണിൻ്റെ എല്ലാ വീക്ക്നെസ്സും അറിയുന്ന ഒരാളാണ്. അതായത് അരുണിന് അമ്മയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അറിയുന്നത് കൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ശ്രുതി അരുണിനോട് മാറി താമസിക്കണം എന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ശ്രുതിക്ക് ഒരു ഏട്ടനുണ്ട്. ആ ഒരു ഏട്ടൻ വീട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ ആവശ്യപ്പെടുകയും അതൊന്നും കേൾക്കാതെ ശ്രുതി ഇവിടെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അതായത് ഈ ബർത്ത്ഡേയുടെ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ് ഈ ഒരു ടോപ്പിക്ക് വന്ന സമയത്ത്, അതായത് ഈ കുട്ടികളില്ലാത്ത ഒരു ടോപ്പിക്ക് വന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കാലയാണ് അടുത്ത ആഴ്ച, പോയി ഇടാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുകയും അത് കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് അത് ചെയ്യണം, ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല. പക്ഷെ അരുണ് പറയുന്നത് ഈ പറഞ്ഞു കേൾക്കുന്നതല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ നിന്നൊന്നും അധികം ആരും പോയിട്ട് ഇങ്ങനെ പൊങ്കാല ഇടുന്നതോ അല്ലെങ്കിൽ പൊങ്കാലയെക്കുറിച്ച് പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. ഈ ന്യൂസുകളിലും മറ്റും കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും അന്ന് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം രാത്രിയിൽ അരുണിനോട് ശ്രുതി കാര്യം ആവശ്യപ്പെടുകയുണ്ടായി, എനിക്ക് ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അരുണ് സമ്മതിക്കുകയും ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റൊക്കെ ഫുള്ളായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ഈ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റൊന്നും അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവർ വണ്ടി എടുത്തിട്ട് തന്നെ പോകാമെന്ന് തീരുമാനിക്കുകയും പിറ്റേ ദിവസം രാവിലെ എന്നത്തെയും എന്ന പോലെ അടുക്കളയിലേക്ക് ചെന്ന ശ്രുതി അമ്മയോട് ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകണം, അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ഞാൻ വ്രതം അനുഷ്ഠിക്കുകയാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അമ്മ അതിനെ എതിർത്തിട്ടാണ് സംസാരിച്ചത്. അതായത് ഇവിടെ നിന്നൊന്നും ആരും അങ്ങനെ പോവാറില്ല, ഇനി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഫസ്റ്റ് ഡോക്ടറെ കാണുവാണ് വേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ മറ്റൊരു ചേച്ചി ഒരു ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ കാര്യം.
അപ്പോൾ ഈ അമ്മ പറയുകയുണ്ടായി ആദ്യം നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ അവർ ഡോക്ടറെ കാണുകയും ഡോക്ടർ IUI എന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ലാതെ ഡയറക്റ്റ് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് തീരെ ഇല്ല എന്നുള്ളത് ഇവരെ അറിയിക്കുകയുണ്ടായി. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വീട്ടിൽ അമ്മ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ അവരൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കുറച്ച് പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് മറ്റ് പല രീതിയിലാണ് ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ അമ്മയും ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ട എന്ന് പറയുകയും ഇപ്പോൾ വീണ്ടും ശ്രുതിയുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും വീണ്ടും അമ്മയുടെ അടുത്ത് സംസാരിച്ച് അമ്മ അതിനെ പൂർണ്ണമായിട്ടും എതിർക്കുകയും അതിൻ്റെ പേരിൽ വീട്ടിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ശ്രുതി തന്നെയാണ് ആ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നത്. അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എതിർത്താലും ഞാൻ കൊണ്ടുപോകാം എന്നുള്ളത്. പക്ഷെ ശ്രുതി പറഞ്ഞു അങ്ങനെയൊരു പ്രശ്നം ആ വീട്ടിൽ വേണ്ട എന്നുള്ളത് കൊണ്ട് ശ്രുതി തന്നെ അത് വേണ്ട എന്ന് വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശ്രുതിയുടെ വ്രതം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുണിൻ്റെ അടുത്ത് ദിവസവും ശ്രുതി പറയുമായിരുന്നു എൻ്റെ മനസ്സിൽ എവിടെയോ തോന്നുന്നു അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നത്. പക്ഷെ അരുൺ പറഞ്ഞു യാതൊരു ഹോപ്പും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കാതെ ശ്രുതി വരാൻ തയ്യാറല്ല. മറ്റൊരു ഓപ്ഷനും ഇല്ല. അവിടുന്ന് വീടിൻ്റെ അടുത്തൊന്നും അല്ലല്ലോ, തിരുവനന്തപുരം വരെ എത്തിച്ചേരുക എന്നുള്ളത് അവർക്ക് കുറച്ച് ദൂരമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അരുൺ ആ ഒരു ടോപ്പിക്ക് അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ദിവസം മുന്നെയാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വീട്ടിലും പൊങ്കാല ഇടാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ശ്രുതി കാണുകയും വീട്ടിലെങ്കിലും പൊങ്കാല ഇടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അരുണിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും വേണ്ട സാധനങ്ങളൊക്കെ വൈകുന്നേരം പോയി വാങ്ങാമെന്ന് അരുണ് പറയുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്ന സമയത്ത് അതിലും അമ്മ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. ആൾക്കാർ മറ്റുള്ളവർ കാണുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അമ്മ അതിനെയും സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് ശ്രുതിയെ വളരെ വേദനിപ്പിച്ചു എന്ന് അരുണ് പറയുന്നുണ്ട്. കാരണം അന്ന് രാത്രി മുഴുവൻ ശ്രുതി കരയുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് അതുപോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച ഒരല്പം കറിയുമായിട്ട് ഈ അമ്മ സ്വന്തം മകൻ്റെ, അതായത് ഇവരുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. തൊട്ടടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട്. വീട്ടിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിയിൽ കാല് തെറ്റി തറയിലേക്ക് വീഴുന്ന സമയത്ത് തലയുടെ പുറകുവശത്ത് അടിയേറ്റ് ബോധം നഷ്ടപ്പെടുന്നൊരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ എല്ലാവരും പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നെ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കാൻ ഡോക്ടർ ആവശ്യപ്പെടുകയും അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മകനെയും അരുണിനെയും ശ്രുതിയെയും വീട്ടിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ ഈ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ അതുവരെ ആ ഒരു ടൈമിൽ ശ്രുതിയുടെ മനസ്സിലോ അരുണിൻ്റെ മനസ്സിലോ ഈ ഒരു പൊങ്കാലയുടെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വരുന്ന വഴിയിൽ വെച്ച് അവർ മൺകലം കാണുകയാണ്. ആ ഒരു മൺകലം കണ്ട സമയത്താണ് ശ്രുതിക്ക് വീട്ടിൽ പൊങ്കാലയിടാം എന്നുള്ള ആ ഒരു ആശയം വീണ്ടും തലയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുകയും ചെയ്തു. അമ്മ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുന്നേ പൊങ്കാലയുടെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അരുൺ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കഥ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്വന്തം അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളത്. അമ്മയ്ക്ക് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രുതിക്ക് പൊങ്കാലയിടാൻ സാധിക്കുകയും ഈ ഒരു പൊങ്കാലയിടാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുശേഷം 2 ദിവസം മുന്നേ ശ്രുതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവാണ് എന്നുള്ളത് കാണുകയും മനസ്സിലാവുകയും ചെയ്തു. ആറ്റുകാലമ്മയുടെ അനുഗ്രഹമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാണ് ശ്രുതിയും അരുണും പറയുന്നത്. കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. കാരണം അന്ന് ഞാൻ വീടുകളിലും പൊങ്കാല ഇടാം എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അവിടെ പോയിട്ട് ഇടുന്നത് പോലെ ആവുമോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന അതുപോലുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലും ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാർ ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളത് സത്യമാണ് കേട്ടോ. കാരണം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നതും ആ ഒരു ചൂടിലും ആ ഒരു എന്താ പറയുക തിരക്കിലും ഒക്കെ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടാണ് ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മുന്നേ തന്നെ എല്ലാവരും പ്ലാൻ ചെയ്ത് വെക്കും. പെട്ടെന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റോ അല്ലെങ്കിൽ റൂംസോ ഒന്നും കിട്ടുകയില്ല. പിന്നെ എന്നിരുന്നാലും അത്രയും കഷ്ടതകൾ അനുഭവിച്ച് അത്രയും ത്യാഗം സഹിച്ച് അമ്മയുടെ മുന്നിൽ പോയിട്ട് പൊങ്കാലയിടാൻ ഭക്തരെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തിച്ചേരാൻ പലർക്കും പല പരിമിതികൾ ഉണ്ടാവും. പല സാഹചര്യങ്ങൾ കൊണ്ട് വളരെയധികം ആഗ്രഹം ഉണ്ടാവാം പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത്. പക്ഷേ സാഹചര്യം മൂലം നമുക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ കാണും അത്. അമ്മ ആ നിവേദ്യം അമ്മ ഏറ്റെടുക്കും അത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ഭഗവാൻ, ദേവീദേവന്മാർ. അപ്പം നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി അവരും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ വീട്ടിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിലും ഭക്തിയും അതുപോലെ തന്നെ വിശ്വാസവും ഉണ്ടായിരിക്കണം. വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഫലം ലഭിക്കുമോ, വെറുതെ ആവുമോ എന്നുള്ള സംശയത്തോടെ നമ്മൾ വീട്ടിൽ പൊങ്കാല ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നേ നമ്മുടെ ആ ഒരു ആഗ്രഹം സാഫല്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രുതിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ ലഭിക്കട്ടെ. ഇത്രയും നാൾ ശ്രുതി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ആ കുട്ടി നല്ല രീതിയിൽ അവരുടെ ഫാമിലിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആ അമ്മയെയും അമ്മയുടെ ഭാഗത്തു നിന്നായിരിക്കും എല്ലാവരും അത്രയേ ഉള്ളൂ. നമ്മളാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും 90% ആൾക്കാരും. അപ്പോൾ അതിൽ മറ്റുള്ളവരുടെ ശരികളൊന്നും കാണാൻ ചിലർക്ക് സാധിച്ചു എന്ന് വരില്ല. പിന്നെ പലരും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അരുണിനെ ആയിരിക്കും കുറ്റം പറയുക. കാരണം ഇത്രയും സ്വന്തം ഭാര്യ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു ഭർത്താവ് നോക്കി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. പക്ഷെ അതിൻ്റെ കാരണവും അരുണ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതാണ് വ്യത്യാസം. ചില മക്കൾ അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. അരുണ് നല്ലൊരു മകനാണ്, അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവാണ്, ഇനി നല്ലൊരു അച്ഛനും ആവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് വീണ്ടും ഞാൻ പറയുകയാണ്, കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഒരു ഇൻസ്പിറേഷനാണ്. അതായത് നിങ്ങളും ദേവീദേവന്മാരിൽ നമ്മുടെ പ്രയാസങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫലം ലഭിക്കും. നമ്മളെപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഭഗവാനെ വിളിക്കുക, ദേവിയെ വിളിക്കുക, അമ്മയെ വിളിക്കുക. എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കും. ശ്രുതിയെയും അരുണിനെയും ആറ്റുകാൽ അമ്മ അനുഗ്രഹിച്ചത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നന്ദി.